ഹായ് എവ്രി വൺ, ദ ചിന്നു ആൻഡ് ജയ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, എൻ്റെ പേര് ജയ്, ഇവളുടെ പേര് ചിന്നു. ഞങ്ങളിപ്പോൾ UK-ലാണുള്ളത്. അപ്പോൾ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് കുറേ നാളുകൊണ്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ഇപ്പോൾ 2025 Jan 1 ആണെന്ന്. അങ്ങനെ ഞങ്ങൾ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതെ, ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഞങ്ങളുടെ വ്ളോഗിന്റെ പേര് ദ ചിന്നു ആൻഡ് ജയ് വ്ളോഗ് എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഈ ഒരു ചാനൽ കൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടെക്കി ഐറ്റംസ്, പിന്നെ ഞങ്ങളുടെ ഒരു ലൈഫ് ബ്ലോഗ്, ഞങ്ങൾ എവിടെയാണ് പോകുന്നത്, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള ഒരുപാട് കാഴ്ചകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ബേസിക്കലി ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്, ചിന്നു വന്നിട്ട് കോട്ടയത്തു നിന്നാണ്. ഞങ്ങൾ UK-ൽ വന്നതിന് ശേഷം മെറ്റ് ചെയ്തതാണ്. സോ കൈൻഡ് ഓഫ് സം പീപ്പിൾ ലൈക്ക് ദാറ്റ് തിങ്, സോ ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ടു വ്ലോഗ് ഇറ്റ് ആസ്. അതെ, സോ ഞങ്ങളുടെ ഇതിൽ ജയ് പറഞ്ഞ പോലെ എല്ലാം കാണും. പ്ലസ് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈക്ക് സ്റ്റൈലിങ്. ഞാൻ കുറച്ചൊക്കെ മോഡലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു കോളേജൊക്കെ പഠിച്ചപ്പോൾ. സോ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു ഇത് എനിക്കിതിലും എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുണ്ട്. സോ ഞാൻ അതൊക്കെ ഓരോന്നും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രം മൈ സൈഡ്. പിന്നെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമുക്ക് അധികമായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഞങ്ങളൊരു നല്ല രീതിയിൽ ഇതിനൊരു ഇൻപുട്ട് കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഇൻപുട്ട് കൊടുത്ത് ഞങ്ങളൊരു ചാനൽ ബിൽഡ് ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുപാട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങൾക്ക് അറിയാം ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് മോസ്റ്റ്ലി ഞങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരായിരിക്കും ഇത് സബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയത്തില്ല ഇത് എങ്ങനെ പോകുമെന്ന്. ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം, ചിലപ്പോൾ എന്താവാം. ഞങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതിൽ നിന്ന്, ഹോണസ്റ്റ്ലി പറയാലോ. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ തുടങ്ങുക, വെറുതെ ഇരിക്കുക. ഇവിടെ വിൻ്ററാണ്, അപ്പോൾ ചുമ്മാ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യാനും അതുപോലെ ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊന്നും ഞങ്ങൾ അങ്ങനെ ഇട്ടിട്ടില്ല, എടുക്കുന്നൊന്നും ഇടാറില്ല. സോ ഞങ്ങളിങ്ങനെ വിചാരിച്ചു, ഓക്കെ, അപ്പാർട്ട് ഫ്രം അവർ വർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ അങ്ങ് വിചാരിച്ചു അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നത്. ശരിക്കും അതെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ കണക്കല്ല, ഫുള്ള് ഡാർക്ക് സീനാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ഒരു ഈവനിങ് ഒക്കെ ഒരു 4 മണി 3 മണിയൊക്കെ ആവാൻ നേരത്ത് തന്നെ ഇരുട്ട് മൂടി തുടങ്ങും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് ആക്ടിവിറ്റി ആയിട്ട് അത് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണക്കുള്ള പിള്ളേർക്ക് അതൊക്കെ ഒരു കൈൻഡ് ഓഫ് നല്ലതല്ലേ. ഞാനും ചിന്നൊക്കെ ഒരുപാട് റീൽസും യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൊണ്ട് ആലോചിക്കുന്നു. പക്ഷെ ഞങ്ങളൊരു റൈറ്റ് ടൈം, അതായത് നല്ലൊരു രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു സാധനം ഉണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്തു പോവാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കുറേ നാളുകൊണ്ടേ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജ് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരു സാധനം സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കാര്യങ്ങൾ ഞങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷനായിട്ട് നമുക്ക് യൂട്യൂബ് കൂടെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. സോ ഞങ്ങളുടെ കോണ്ടന്റ്സ് വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ നമുക്കിപ്പോൾ പറയാനായിട്ട്. പിന്നെ ഇന്നൊരു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് വ്ളോഗായിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചെറിയ ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു ചെറിയ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു സെറ്റപ്പിൽ ആയിരിക്കത്തില്ല കേട്ടോ ഞങ്ങൾ ശരിക്കും വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ പുറത്ത് വരും. ഇത് ജസ്റ്റ് ഫസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്ന് നിങ്ങൾക്ക് ആക്ച്വൽ ആയിട്ടുള്ള വ്ളോഗ് ഞങ്ങൾ കാണിച്ചു തരും. അതായത് ഞങ്ങളുടെ അലമ്പുകൾ, പരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കും ഈ സാധനം. അതെ, മാന്യമായിട്ടൊക്കെ ചെയ്യാന്ന് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ കാണുമ്പോൾ പറയുക
വിചാരിക്കും നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ എൻഗേജിങ് ആയിട്ട് ഇറങ്ങി സംസാരിക്കാനൊക്കെ ചിലപ്പോൾ പറയായിരിക്കും. കാരണം ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രീ ആണ് ഇത്രയ്ക്കും. പക്ഷെ ഇതിപ്പോ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് ഓക്കെ ഞങ്ങൾ ഫ്ലാറ്റിൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങളിപ്പം ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആ റാപ്പിഡ് റൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങളെ പറ്റി തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചെറിയൊരു നമ്മളിപ്പോ കണ്ടിട്ടില്ലേ മറ്റേ സെലിബ്രിറ്റീസ് കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ആൾക്കാരെ പിടിച്ചെടുക്കുക, ചുമ്മാ അതേ സെയിം സാധനം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോകാം. ഞാനൊക്കെ അത് ഫസ്റ്റ് ആയിട്ട് ചെയ്യണം, എന്താ അവസ്ഥയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം, ചെയ്തു നോക്കാം എവിടെ എത്തിപ്പെടും. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിയിട്ട് നമുക്ക് തമ്മിൽ എന്തുമാത്രം അറിയാം എന്നുള്ള ഒരു ഇതാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് അതിലേക്ക് പോവാം അല്ലെ. റാപ്പിഡ് ഫയർ റൗണ്ട് ആയിട്ട് വന്നേക്കുവാണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് പിക്ക് ചെയ്യും, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് തരും, എന്നിട്ട് നമ്മൾ അതിന് ആൻസർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ തന്നെ എടുക്കാം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിലില്ലേ ഫേവറേറ്റ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താ ചിന്നു പറ. ചിന്നു എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ചിന്നു എനിക്ക് ഇന്ന് രാവിലെ അപ്പവും സ്റ്റ്യൂവും ഉണ്ടാക്കി തന്നു. അപ്പൊ ചിന്നുവിന് അറിയാം എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് പറ. പ്രോബബ്ലി എന്റെ അമ്മ ചിന്നുനോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്. എല്ലാ ഫുഡും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് ആണോ അതോ എനിക്കുള്ള ഫേവറേറ്റ് ഫുഡ്? എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? അപ്പവും മുട്ടക്കറി. അതെ, അപ്പവും മുട്ടക്കറിയാണ് എന്റെ ഫേവറേറ്റ് ഫുഡ് ഗൈസ്. ഞാൻ എന്റെ വീട്ടിലത്തെ അപ്പവും മുട്ടക്കറി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചിന്നു എനിക്ക് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി തരാറുണ്ട് ചില ദിവസം. ഓക്കെ, ചിന്നുവിന്റെ ഫേവറേറ്റ് ഫുഡ് ഇനി ഞാൻ പറയണമല്ലോ. ചിന്നുവിന്റെ ഫേവറേറ്റ് ഫുഡ് വന്നിട്ട് കപ്പ ആൻഡ് ബീഫ്. അല്ല ഗൈസ്, തെറ്റിപ്പോയി. അല്ല, എന്റെ ഫേവറേറ്റ് ഫുഡ് ബാർബിക്യൂ ആ. ബാർബിക്യൂം റൊമാലിനോ റൊട്ടിയും കിട്ടും ഞങ്ങളുടെ കോട്ടയത്തെ ഒരു ഷോപ്പിൽ. സോ അപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്രേവ് ചെയ്യുന്നത് എപ്പോഴും. എനിക്ക് നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ പപ്പേനെ കൊണ്ട് എന്നും വൈകിട്ട് മേടിപ്പിക്കുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അത്. ഇപ്പോഴും സ്റ്റിൽ എനിക്ക് അതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ജയ്ക്ക് അത് അറിയാൻ ചാൻസ് കുറവാണ്. കാരണം അതിവിടെ കിട്ടില്ല നമുക്ക്. ബാർബിക്യൂ എനിക്ക് തോന്നുന്നില്ല, ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാർബിക്യൂ നമുക്ക് ഇവിടെ ഉണ്ടാക്കാമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു നിനക്ക് ബാർബിക്യൂവും എന്താ റൊമാലിയൻ റൊട്ടിയും ഇഷ്ടമെന്നുള്ള കാര്യം. ഞങ്ങളിവിടെ അങ്ങനെ ബാർബിക്യൂ റൊമാലിയൻ റൊട്ടി ഇവിടെ കൂടുതലും കെബാബാണ് ഗൈസ്. ഞങ്ങൾ കെബാബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, പെരി പെരി ചിക്കൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇവിടെ കഴിക്കുന്നത്. ഞങ്ങൾ ഈ വ്ളോഗ്സിൽ അതൊക്കെ കാണിച്ചിട്ട് എന്താണ് ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എപ്പോഴും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിംഗ് തൊട്ടേ പപ്പേനെ കൊണ്ട് അത് എപ്പോഴും മേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പപ്പ ഈ വീഡിയോ കാണുവാണെങ്കിൽ പപ്പയ്ക്ക് അത് പറയാൻ പറ്റും എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന്, കാരണം അറിയാം. സോ നമുക്ക് അടുത്തത് ഞാനല്ലേ എടുക്കണം. ഇത് എന്തിന്റെ ബോക്സ് ആയിരുന്നു? ഇത് ആക്ച്വലി എന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ ഈ ബോക്സ് എന്റെ 24th ബർത്ത്ഡേ. സോറി 23rd ബർത്ത്ഡേ. സോറി. Who is more likely to cry during a movie? ഞാൻ പറയാം, അത് ജയാണ്. ഞാൻ കരയും ഗൈസ്, ഞാൻ ഭയങ്കര ലോല ഹൃദയനാണ്. ഞാൻ കരയും, പക്ഷെ ഞാൻ മൂവി കണ്ട് കരഞ്ഞതായിട്ട് കണ്ടിട്ടില്ല അല്ലേ. ഞാൻ പടം കാണുമ്പോ കരയും. കഴിഞ്ഞ ലാസ്റ്റ് കരഞ്ഞത് ഏത് പുഷ്പ വാഴ കണ്ടിട്ട് ഞാൻ കരഞ്ഞു ഗൈസ്. വാഴ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നാട്ടിൽ പോയിട്ട് 2 വർഷമായി ഗൈസ്. ഞാൻ പറയാം സംഭവം എന്താ, ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങള് വാഴ ജസ്റ്റ് ടിവിയിൽ പ്ലേ ചെയ്ത് കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്കെന്തോ സ്പൈസി ആയിട്ടുള്ള എന്തോ ഫുഡാണ് ഞാൻ ഉണ്ടാക്കി അന്ന് വെച്ചിരുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുലാവും ബീഫ് കറിയായിരുന്നു അന്ന്, എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ. സോ അന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ മൂവി കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഫുഡ് എൻജോയ് ചെയ്യുന്നുണ്ട്, മൂവി എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലും എൻ്റെ കോൺസെൻട്രേഷൻ ഫുഡിലായിരുന്നു. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തതായതുകൊണ്ട് എൻ്റെ ഫുഡിലായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ. നന്നായോ അങ്ങനെയൊക്കെ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആണെങ്കിൽ ഇത് പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇറങ്ങി ഓടി. അപ്പൊ ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയി. ഈശ്വര, ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും എരിവ് കാരണം അങ്ങനെ എന്തെങ്കിലും ആണോ?
പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ജയ് പെട്ടെന്ന് ടോയ്ലറ്റിലേക്കാണ് പോയത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഓ മൂവി കണ്ട് ഇമോഷണൽ ആയതാ എന്ന്. അങ്ങനെയാണ് ഞാൻ വളരെ ലോല ഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ചില സിനിമകൾ എന്നെ ഭയങ്കര ഡെപ്ത് ആയിട്ട് എന്നെ ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണലി ഡ്രെയിൻ ആയി കരയും ഗൈസ്. ഞാൻ കരയുന്ന വീഡിയോസ് ഒന്നും വ്ലോഗ് ചെയ്യത്തില്ല, പേടിക്കണ്ട. ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഞാൻ എടുക്കാം. ഇതൊന്ന് കുലുക്കിയിട്ട് ജസ്റ്റ് ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഗൈസ്. ഒരു 3 വീഡിയോ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതില് അടുത്തത് വന്നേക്കുന്നത് ഡിസ്ക്രൈബ് ഈച്ച് അതർ ഇൻ 1 word. ഒറ്റ വാക്കില് ഡിസ്ക്രൈബ് ചെയ്യാം. ഞാൻ ചിന്നുവിനെ ഡിസ്ക്രൈബ് ചെയ്യണം, ചിന്നു അതുപോലെ ചിന്നു എന്നെ ഡിസ്ക്രൈബ് ചെയ്യണം ഒറ്റ വാക്കില്. ഡിസ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഞാൻ നിന്നെ ഡിസ്ക്രൈബ് ചെയ്യണം ഒറ്റ വാക്കില്. ഓ അങ്ങനെ ഇപ്പൊ പറയുവാണെങ്കിൽ എങ്ങനെ പോസിറ്റീവായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണോ നെഗറ്റീവായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണോ എന്ന്? പോസിറ്റീവ്സും പറയാം നെഗറ്റീവ്സും പറയാം. പക്ഷെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് പോസിറ്റീവ് ഇരിക്കട്ടെ അല്ലേ? പോസിറ്റീവായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചിന്നു ഭയങ്കര ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അതാണ് ചിന്നുവിൻ്റെ ഒരു ഭയങ്കര വലിയ ക്വാളിറ്റി ഞാൻ ചിന്നുവിൽ കണ്ടത് തന്നെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ലൈക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലാണ്. അതായത് ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊരു ത്വരയുള്ള കൂട്ടത്തിലാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞൊരു ഷോർട്ട് ടേമിൽ തന്നെ ചിന്നുവിൻ്റെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചിന്നുവിൻ്റെ പൊട്ടൻഷ്യലിൽ ഭയങ്കര വിശ്വാസമുള്ള കുറച്ച് ഒരിതാണ്. ചിന്നു കുറച്ച് നല്ല അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ കണ്ട പെൺകുട്ടികളിൽ വെച്ചിട്ട്. അതാണ് കുറച്ച് പ്രൗഡ് മൊമെന്റ് ഒക്കെ തോന്നുന്നുണ്ട് ഗൈസ്. ജെയിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ജെയിൻ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. ലൈക്ക് ഗൈസ് എനിക്ക് കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഞാൻ കുറച്ച് ലേസി ഒക്കെയാണ്. കാര്യം ഞാൻ അംബീഷ്യസ് ആണ്, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ലേസി ഒക്കെയാണ്. പക്ഷെ ജെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക പ്രീ പ്ലാൻ ചെയ്ത് ഈവൻ നോട്ട്സ് ഒക്കെ എഴുതിയൊക്കെയാണ് ആള് പല കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ അതൊരു ചെറിയ കാര്യമായിരിക്കും എന്നാൽ പോലും അവൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. സോ പിന്നെ ഭയങ്കര റെസ്പോൺസിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പം വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കറിയില്ല ലൈക്ക് ഒരു സിക്ക് ലീവ് പോലും എടുത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആള്. എന്നാലും ഇവിടെ എല്ലാവർക്കും അറിയാലോ സിക്ക് പേ സിക്ക് ലീവ് അങ്ങനെ. പക്ഷെ ആള് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ആള് ചെയ്യുന്ന വർക്കില്. നമ്മുടെ വർക്ക് ഒക്കെ എന്താണെന്നുള്ളത് ഞങ്ങളെ വർക്ക് എന്താണ്, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഞങ്ങളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷെ ഇപ്പം ഗ്രോയിങ് സ്റ്റേജിലാണ്. ഞങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെയൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഇൻസ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചെറിയ എന്തുവാ ഒരു മോട്ടീവ്. അതെ ഇപ്പൊ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ലൈക്ക് അങ്ങനെ ഒരു ഇത് വെറുതെ നമ്മളുടെ ലൈഫിന്റെ കുറെ സമയം വെറുതെ ഇരുന്ന് കളയണ്ട, ലൈക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം ടൈം. ലൈക്ക് എസ്പെഷ്യലി ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് അങ്ങനെ ഫാമിലി ഒന്നും നമ്മുടെ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഫാമിലി ടൈമൊക്കെ ഭയങ്കര കുറവാണ്. സോ നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലിറ്ററലി നമുക്കൊന്നും ചെയ്യാനില്ല. ലൈക്ക് ഹൗസ് ഹോൾഡ് വർക്ക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. സോ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വേണം ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലല്ലേ അധികം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോയാലോ? നമ്മൾ ഒരുപാട് അവരെ വാചകടിപ്പിച്ച് ചിന്ന കുറച്ച് ടോക്കറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം ഇത് മേടിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലായിട്ട് പോകുന്നതിനും അടുത്തത് ഞാൻ എടുത്തു. അടുത്തത് ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ. ജെയുടെ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ കൺഫ്യൂസിംഗ് ആണ്. എന്റെ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പെയിനാന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് സ്പെയിൻ, ഇറ്റലി അങ്ങനെ അതാണ് ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈസിലി പോസിബിൾ ആയിട്ടുള്ള ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ്. പക്ഷെ
പോണം. കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചായിരുന്നു. അത് ഇവിടെ തന്നെ മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത് ഇവിടെ UK-ലുള്ള എല്ലാവരും പോകുന്ന ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അതെ, വിസ വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോകും. അതുകൊണ്ട് ഞങ്ങൾ പോയ ആ ഒരു ട്രിപ്പിൽ പോയി, മോണ്ടിനീഗ്രോ പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ ഈ 2025 നമുക്ക് അറിയത്തില്ല, എന്തായാലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പ് പ്രോബബ്ലി ഏതെങ്കിലും ഇത് കണക്കത്തെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പിടിക്കണം. അതാണ് പ്ലാനിങ് എന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് നോക്കാം, എല്ലാം സെറ്റായി വരുവാണെന്നുണ്ടെങ്കിൽ പോവാം. ചിന്നുവിന്റെ ട്രാവൽ ഡെസ്റ്റിനേഷൻ പറയുവാണെങ്കിൽ ചിന്നുവിന് ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ ചിന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ചിന്നു എന്നെക്കാട്ടിയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ചിന്നു അറൌണ്ട് 3 കൺട്രീസ് ട്രാവൽ ചെയ്തു. ആംസ്റ്റർഡാം, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, അങ്ങനെ കുറച്ച് കൺട്രീസ് ഒക്കെ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ട് ഞാൻ ആ സമയത്ത് വേറൊരു സ്റ്റേജിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു ട്രാവൽ ചെയ്യാൻ. അപ്പോ ചിന്നുവിന്റെ ട്രാവൽ ഡെസ്റ്റിനേഷൻ, ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി, അതിമൊന്നും അല്ല. അപ്പോ കാനഡ വല്ലതാണോ? എനിക്കറിയത്തില്ല. സോ ഗൈസ്, എനിക്ക് ഐസ്ലാൻഡ് പോകണം എന്നാണ് ഇപ്പം കറന്റ്ലി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും എനിക്ക് അമേരിക്ക പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. US പോകണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ഐസ്ലാൻഡ് പോകണം, പിന്നെ സ്പെയിൻ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഈ വർഷം സ്പെയിനിൽ പോകും. ഐസ്ലാൻഡ് എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളെന്തായാലും നോക്കട്ടെ. നമ്മളെ കൊണ്ട് എവിടെയാ പോകാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം പോവും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ബിറ്റും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ ബിറ്റും കൂടെ എടുത്തിട്ട് നോക്കാം എന്താന്നുള്ള സാധനം, എന്തോ ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബെറ്റർ കുക്ക്. ആരാണ് ബെറ്റർ കുക്ക് ആയിട്ടുള്ളത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബെറ്റർ കുക്ക്? ചിന്നു ആണ് ബെറ്റർ കുക്ക്. ബിക്കോസ് ഞാൻ കുക്ക് ചെയ്യും, പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവാറുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ചിന്നു നന്നായിട്ട് കുക്ക് ചെയ്യും. അല്ലേ, ചിന്നു കോട്ടയംകാരിയാണ്. അതുകൊണ്ട് കോട്ടയംകാരി ചുമ്മാ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ സംഭവം നല്ല ടേസ്റ്റി ആവത്തില്ലേ? ചിന്നു കുക്ക് ചെയ്യും. ചിന്നു ഒരുപാട് നല്ല ഫുഡൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ഇന്ന് രാവിലെ അപ്പവും ബീഫ് സ്റ്റ്യൂവും ഒക്കെ വെച്ച് തന്നു. പിന്നെ ഞാൻ വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ചിന്നു വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വേണം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ പെട്ടെന്ന് മറന്നു പോകും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചത് എനിക്ക് ചിന്നുവിൻ്റെ മറ്റേ ഫ്രൈഡ് റൈസ് കൈൻഡ് ഓഫ് റൈസ് ഇല്ലേ, ആ സാധനവും ചില്ലി ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിക്കും, നല്ല രീതിയിൽ ഞാൻ കഴിക്കും. പിന്നെ അതാണ് തന്നെ ചിന്നു ഫ്രൈ ചെയ്യുന്ന ചിക്കൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഫ്രൈഡ് ചിക്കൻസും നല്ല അതെ CFC ആ ഗൈസ്, ചിന്നു ഫ്രൈഡ് ചിക്കൻസ്. അങ്ങനെ അതെനിക്കിഷ്ടമാണ്. പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത്. അപ്പോൾ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ റൗണ്ട് കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കുട്ടി വ്ളോഗ്. എനിക്ക് തോന്നുന്നൊരു ചെറിയ വ്ളോഗ് എന്നുള്ള ഫസ്റ്റ് വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാ. നമുക്ക് എന്തെങ്കിലും എല്ലാവരും പറയത്തില്ലേ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അതിന് നെക്സ്റ്റ് ഒരു കണ്ടിന്യൂറ്റി വരുന്നതെന്ന്. അപ്പോൾ കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റായിട്ട് തുടങ്ങിയ ഒരു വ്ളോഗാണിത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം സൈഡിൽ നിന്ന് ടൈം ഇതിൽ കൊണ്ടുവരാൻ നോക്കും. ബിക്കോസ് ഞങ്ങൾക്കും ഭയങ്കര ഷോർട്ട് ടൈംസേ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്കും വർക്കുണ്ട്, ലൈക്ക് ജോബുണ്ട്. അപ്പം മൺഡേ ടു ഫ്രൈഡേ ഞങ്ങളെ വർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ടൈം കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള പീരീഡ്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കും. അതെ, ഞങ്ങള് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്കൊരു ആക്ടിവിറ്റി ഇല്ല കാര്യം. സത്യം പറയാലോ, വിന്ററിൽ ഞങ്ങൾ പട്ടി ശോക അവസ്ഥയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഇല്ല.
നമുക്ക് ഒരു ജിമ്മിലൊക്കെ പോവായിരുന്നു. ഇപ്പം ജിമ്മിൽ പോവാറുണ്ട് ഞാൻ. പോവായിരുന്നു, ഇനി പോകണം. പക്ഷെ ഞാനിപ്പോ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ടിരിക്കുവാണ്. സോ ഇനിയും സൂൺ ഞാൻ ജോയിൻ ചെയ്യും. അതല്ലാതെ നമുക്ക് വേറൊരു എന്റർടൈനിങ് ആയിട്ട് ഒരു ഇതില്ല. അതാണ്. അപ്പൊ ഞങ്ങള് വ്ളോഗ്സ് എന്തായാലും ഞങ്ങൾ കൊടുക്കുമല്ലേ, എല്ലാവരും ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നത് ഞങ്ങൾ എന്തായാലും സെറ്റ് ആക്കിയിരിക്കും. സോ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതെ, സോറി വ്ളോഗിന്റെ പേര് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എപ്പോഴും ജെയുടെ പേരാണ് ഫസ്റ്റ് പറയാ ഗൈസ്, പക്ഷേ ചിന്നു ആൻഡ് ജയ് വ്ളോഗ് എന്നാണ് നിങ്ങളുടെ ചാനലിന്റെ പേര്. അപ്പൊ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആണ്. ഞങ്ങൾ പുതിയൊരു അക്കൗണ്ട് ഒന്നും ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. വിൽ പോസ്റ്റ് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദിസ് കൈൻഡ്സ് ഓഫ് ലൈക്ക് ഫ്രം അവർ യൂട്യൂബ് ചാനൽ ടു അവർ പേഴ്സണൽ അക്കൗണ്ട്, ദാറ്റ്സ് ഇറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓക്കെ ഗായ്സ്, വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. എല്ലാവരും അടിച്ചു പൊളിക്ക്, നല്ലൊരു വർഷമായിരിക്കട്ടെ. എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സോ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സോ എല്ലാരും പോകുമ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിക്കുക ഗൈസ്. അതെ, മറക്കരുത്. ബൈ. ഓക്കെ ബൈ, താങ്ക് യു.